മോഹൻലാലിന്റെ ടൈമാണ് ഇപ്പോ എല്ലാം കൊണ്ടും. അല്ല, ലാലേട്ടന്റെ ടൈം എന്ന് പറഞ്ഞ സമയം ലാലേട്ടനെന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സമയത്തും ലാലേട്ടൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. എടാ ഇത് സീനിയേഴ്സിന്റെ ഗെയിമാണ്. പിള്ളേര് കളിക്കേണ്ട കളി പിള്ളേര് കളിച്ചാൽ മതി. ലാലേട്ടനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഈ പറഞ്ഞ പോലെ മൂവീസിലും ചിലപ്പോ ചിലരൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും മലയാളികളുടെ അല്ലെങ്കിൽ ജനഹൃദയങ്ങളുടെ മനസ്സിൽ ലാലേട്ടന് ഈ പർട്ടിക്കുലർ ടൈമിന്റെ ആവശ്യമില്ല തോന്നുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. തീർച്ചയായിട്ടും എനിക്ക് ഒരു നമ്മുടെ 80s ഉള്ള ലാലേട്ടനെ തിരിച്ചു കിട്ടിയൊരു വൈബ്. കാരണം ഇങ്ങനെ കാണുമ്പം ഈ മറ്റേ സത്യം പറഞ്ഞ വിശന്നിരിക്കുന്ന സമയത്ത് ചോറും പരിപ്പ് കറിയും കഴിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അതായത് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കുന്നത്. അതായത് മൂപ്പർ എങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഇതിൽ കാലങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളനെ തിരിച്ചു കിട്ടുന്നു. അതെ. ആക്ട്രസ് സംഗീതല്ലേ? അതെ. അല്ല, ഇവര് വേറെ അന്യഭാഷയിലൊക്കെ ചെയ്യുന്നില്ലേ പടങ്ങള്? അതോ മലയാളം സ്റ്റോപ്പ് ഏതാണോ? മലയാളത്തിൽ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ മൂവി ഏതോ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ആളുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴാണ് തിരിച്ചു വരുന്നതായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ശരി, കംബാക്ക് എന്ന് പറയുമ്പോ ഈവൻ ലാലേട്ടന്റെ ഒപ്പം വരുമ്പോഴായിരിക്കുമല്ലോ നമ്മളത് കംബാക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടായിരുന്നു. ഈ പടത്തിന്റെ ഇമ്പാക്ട് പോലെ ഇരിക്കും അതോ. ഐ മീൻ ഇതിന്റെ സീൻ ആദ്യത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ആ ലാലേട്ടന്റെ എക്സ്പ്രഷൻസ് അങ്ങനത്തെ കുറെ സാധനങ്ങളോ അത് ഈ പണ്ട് നമ്മളിപ്പോ വന്ദനത്തിലല്ലേ ആ സീനുള്ളത്, ആ പള്ളിയിൽ കയറിയിട്ടുള്ള സീൻ ഉണ്ടല്ലോ, ആ കല്യാണം മുടക്കിയിട്ടുള്ള. അതെ അതെ അതെ. അത് മാത്രമല്ല കസേര വെച്ച് കളിക്കണത് അതുണ്ട്, അതല്ല മുഖത്ത് വരുന്നൊരു ആള് മാറി എന്ന് പറഞ്ഞപ്പോ സങ്കടം, ദേഷ്യം, പിന്നെ പേടി, ഇവിടെ അടി കിട്ടുമോ എന്നുള്ള. അയ്യോ, അത് ഭയങ്കര എക്സ്പ്രഷൻ ആണത്. അല്ല, പിന്നെ മോഹൻലാൽ സിദ്ദിഖ് കൂട്ടുകെട്ട് ഇതിനകത്ത് ഇതിലെ കാസ്റ്റിംഗ് പറഞ്ഞോല്ലേ, ശരിയാണ്. കാസ്റ്റിംഗിൽ ഒരു കാര്യം കൂടി, എനിക്ക് പട്ടം പോലേക്ക് ശേഷം മാളവിക മോഹനനെ വളരെ ക്യൂട്ടായിട്ട് അവതരിപ്പിച്ചത് ഇതിലാന്ന് തോന്നുന്നത്. കാരണം എന്ത് രസം കണ്ടിരിക്കാം. നമ്മൾ ഇതിനു മുമ്പ് രാജാസാബിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ട്, ടീസർ കണ്ടിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു എഫക്ട് എനിക്ക് തോന്നിയില്ല മാളവിക മോഹനെ കാണുന്ന സമയത്ത്. ഇതിൽ ഭയങ്കര ക്യൂട്ടായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തോ ഈ റോളിൽ കറക്റ്റ് ഇരിക്കുന്ന പോലെ, കറക്റ്റ് പ്ലേസ്ഡ് ആയ പോലെ. കോമ്പിനേഷൻ ഇത് ഭയങ്കര ഭാഗ്യാട്ടോ. പക്ഷെ കഴിവുകൊണ്ടാണ്. ഇത് പടത്തിൽ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല. പണ്ടിപ്പോ നമ്മൾ നാടോടിക്കാറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പ്രയോഗമായിരുന്നു ദാസനും വിജയനും. ഈവൻ സ്റ്റിൽ നമ്മളത് എപ്പോഴും നമ്മളെ ഒരു എവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇതിലിപ്പോ ആദ്യത്തെ പോസ് ചെയ്തോണ്ടെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പട്ടാളക്കാരൊക്കെ കാണിക്കുന്നുണ്ട് ഇല്ലേ? അത് ആ കഥയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു, ഒരു ആർമി സ്ഥലം പോലെ കാണിക്കുന്നത്. സസ്പെൻസ് ആയിരിക്കട്ടെ. അതെ, അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ അതിലേക്ക് പോകണ്ടല്ലേ. ഡീകോഡിങ് ചെയ്യണ്ട. ഡീകോഡിങ് വേണമെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത വേറൊരു എപ്പിസോഡ് ആലോചിക്കാം. തുടക്കം തന്നെ നമ്മള് ഫഫയെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡയലോഗ് ഇട്ടിട്ടുള്ള അതെന്താ പൊതുവെ നോൺ മലയാളീസിന് പൊതുവെ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടുന്ന സാധനം ഫാഫയാണ്. ഇപ്പൊ